സാറേ ഇവിടെ ഇതൊന്ന് നോക്കി. ഇത് കൗണ്ടർ അടയ്ക്കണം. അല്ല ഇത് 2000 രൂപ ബില്ല് വന്നിട്ടുണ്ട്, അത് നോക്കാനാ പറഞ്ഞത്. 2000 രൂപ ബില്ല് വന്നിട്ടുണ്ടെങ്കിൽ വിളിച്ചാൽ ബില്ല് കൂടും. ആര് വിളിച്ച്? നിങ്ങൾ വിളിച്ചാൽ ബില്ല് കൂടും. പിന്നെ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളാണോ ഫോൺ വിളിക്കുന്നത്? ഞങ്ങൾ വിളിച്ചിട്ടൊന്നുമില്ല, ഞങ്ങളുടെ വീട്ടിൽ ആരും വിളിച്ചിട്ടില്ല അതൊന്നും. പിന്നെ എന്താ അവിടെ വല്ല പ്രേതബാധ ഉണ്ടാവുന്ന? നിങ്ങളെന്താ ആളെ കളിയാക്കുക? ഇതിൽ അങ്ങോട്ട് വിളിക്കാൻ പറ്റൂല, അതിൽ ഇങ്ങോട്ട് വിളിക്കണ എന്നെ കേൾക്കുള്ളൂ, അങ്ങോട്ട് വിളിക്കാൻ പറ്റൂല. എന്നിട്ടാണ് ഈ 2000 രൂപ ബില്ല് വന്നേക്കണത്, അത് നോക്ക്. ഇത് ബില്ല് അടച്ചാ പറ്റൂ. ബില്ല് അടക്കാൻ പറ്റൂല. ബില്ല് അടക്കാൻ പറ്റില്ല, ഞങ്ങൾ ഫോൺ കട്ടി. അൽഹംദുലില്ലാ, അതാ നന്നായി. ഇനിയിപ്പോ നിങ്ങൾ അവിടെ ബുദ്ധിമുട്ടി വന്നാ കട്ട് ചെയ്യണ്ട. ഞാൻ കട്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ കോയ സാറേ ഇത്? ലോലിതൻ സാറ് ഒരു തമാശ പറഞ്ഞതല്ലേ? ആരപ്പോ ഈ കോയ സാറ്? നിങ്ങളെ തന്നെയാ. ഞാൻ സാധാരണ കോയ ആയിക്കോളാം. നിങ്ങൾ തൽക്കാലം ഈ ബില്ല് അടയ്ക്കും. ബില്ല് അടച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫർ കൂടെ തരാം. എന്തോ ഓഫർ? ഇന്റർനെറ്റ് കണക്ഷൻ ഫ്രീ ആയിട്ട് തരാം. അപ്പൊ ഈ ബില്ല് ഇപ്പൊ അടക്കണം? ഈ ബില്ല് ഇപ്പൊ അടയ്ക്കണം. എന്നിട്ട് നിങ്ങൾ അതിന്റെ കണക്ഷൻ തരും. ഈ ഇന്റർനെറ്റ് അതിന്റെ ലൂസായി പറഞ്ഞിട്ട് പിന്നെ രണ്ടാമത് വരേണ്ടി വരുമോ? അതിന് വരണ്ട, അത് ഫ്രീ ആണ്, ഫുൾ ടോട്ടലി ഫ്രീ. ഇത് ഇനി വാക്ക് മാറ്റരുത്. ഇതിനിപ്പോ ഇത് ശരിയാവോ ഇത് അടച്ചു കഴിഞ്ഞാല്? അയ്യോ, ഞങ്ങൾ നെറ്റ് ഫ്രീ ആയിട്ട് ചെയ്തു തരാം. അയ്യോ, നിങ്ങൾ ഇങ്ങനെ തൊയ്തിട്ടൊന്നും പറയണ്ട, നിങ്ങൾ ശരിയാക്കി തന്നാ മതി. അത്രക്ക് നമ്മൾ ബുദ്ധിമുട്ടിക്കല്ലേ. എന്നാ ശരി. കണ്ടോ, കസ്റ്റമർ വലയിലാക്കിയതുണ്ടോ? അയാള് ഫോൺ സറണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അത് സാർ നെറ്റ് ഫ്രീ ആക്കി കൊടുത്തിട്ടല്ലേ? ആര് നെറ്റ് ഫ്രീ ആയി കൊടുത്തു? സാറ് പറഞ്ഞല്ലോ. 2 മാസം കഴിയുമ്പോൾ അയാളുടെ വീട്ടുകാർ നെറ്റിന് അഡിക്റ്റ് ആവും. അപ്പൊ അവർക്ക് അത് ഒഴിവാക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ പയ്യെ ബില്ല് അയച്ചു തുടങ്ങും. ബില്ല് അടച്ചില്ലെങ്കിൽ അയാളുടെ പേരക്കുട്ടികളും മക്കളും അയാളെ തല്ലിക്കൊല്ലും. അപ്പൊ എന്ത് പറ്റും? അയാൾ ഒന്ന് പയ്യെ ബില്ല് അടച്ചു തുടങ്ങും. ഭയങ്കര ബുദ്ധി. ആ ബില്ലടയ്ക്കാൻ ബാക്കിയുള്ള ആളുകൾക്ക് ഒക്കെ നോട്ടീസ് അയച്ചു. സാർമാരെല്ലാവരും കേൾക്കാൻ വേണ്ടി ഒരു വിശേഷം പറയാറുണ്ട്. ഏതോ ഒരു പണക്കാരന്റെ വീട്ടിലേക്ക് പോകേണ്ട ബില്ല് വഴി തെറ്റിയിട്ട് എന്റെ വീട്ടിലേക്ക് വന്നേക്ക. എന്റെ പേര് കോയ, കുന്നത്ത് വേണികൾ കോയ എന്നാണല്ലോ. ആ അഡ്രസ്സിലേക്ക് ഏതോ ഒരു പണക്കാരന്റെ വീട്ടിലേക്ക് പോകേണ്ട ബില്ല് ഇതെന്താ 25,000 രൂപ വന്നേക്കണം. ആര് പറഞ്ഞു വേറെ ആളുടെ? ഇത് നിങ്ങളുടെ ബില്ല് തന്നെ, അഡ്രസ്സിന്റെ. പക്ഷെ ഫോണിന്റെ ഇന്റർനെറ്റിന്റെയും കൂടെ ഒരുമിച്ച് വന്നേക്കണ ബില്ലാണിത്. ഫോണിന്റെ ഇന്റർനെറ്റിന്റെ കൂടെ ഒരുമിച്ച് വന്നേക്കണ ബില്ലാണിത്. അല്ല സാറേ, അതെ ഇത് തെറ്റിയേക്കാണ്. എങ്ങനെ തെറ്റും? ഇക്ക് കായ് വേണ്ടല്ലോ. അതൊക്കെ കായ് വേണ്ടത്? ഇക്ക് കായ് വേണ്ട പറഞ്ഞിട്ട് ഇവിടുന്ന്. അതൊന്നും ശരിയാവില്ല, എല്ലാവർക്കും കായ് വേണ്ടി വരും. അതെങ്ങനെയാ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തേ. ആരാ പറഞ്ഞേ? അല്ല, ഞാൻ മൂപ്പരിനോട് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോ ഇക്ക് കായ് ലോലിത പറഞ്ഞോ? ഇക്ക് ഫ്രീ ആണ്. ലോലിത ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അന്ന് ഇവിടെ വന്നായിരുന്നു, ഇന്റർനെറ്റ് കണക്ഷൻ വേണോന്ന് പറഞ്ഞു. ശരി, ഇന്റർനെറ്റ് കണക്ഷൻ ഞാൻ കൊടുത്തായിരുന്നു. പിന്നെ അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട്. അല്ല സാധാ ശരിയല്ലാട്ടാ. ഇക്ക് കായ് വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ 2000 രൂപ അടച്ചത്. അല്ല, അതങ്ങനെ നമ്മൾ ഏതെങ്കിലും കണക്ഷൻ അങ്ങനെ കൊടുത്തിട്ടുണ്ടോ? കൊടുക്കാൻ പറ്റില്ല. അതെന്ത് വർത്താനം ഈ പറഞ്ഞത്? ഇപ്പൊ പറയുന്നത് ശരിയല്ല. ഇതിപ്പോ പറയുന്നത് ശരിയല്ല. ഇത് സാറേ, എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായി. നമുക്ക് കണക്ഷൻ ആർക്കും ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. അല്ല ഞാൻ ഇപ്പൊ എന്തിനാ ഇതിന്റെ ഉള്ളിൽ കൂടെ തലർന്നത്? അതെ, നിങ്ങൾ ഇതിനൊരു നിലപാടുണ്ടാക്കിയ ഈ ചങ്ങായി പറഞ്ഞാണ്. ഒന്ന് ശരിക്കും നോക്കും. ഇത് നിങ്ങൾ ആരെ കോയ? കോയ ഞാൻ തന്നെ. വീട്ടും വരുന്ന കുന്നത്ത് വീട് കഴിഞ്ഞു. കുന്നത്ത് വീടിലെ കോയങ്ങളല്ലേ? നിങ്ങളുടെ ബില്ലാണ്. കോയ ഞാൻ തന്നെയാണ്. കായിന്റെ അല്ലാന്നാ പറഞ്ഞത്. 25,000 രൂപയാണ് വന്നേക്കണ. അതെങ്ങനെ ശരിയാവും? നിങ്ങളുടെ ബില്ല് വന്ന പേര് നിങ്ങളുടെ അല്ലേ? അപ്പൊ പൈസ നിങ്ങളുടെ അല്ലേ? നിങ്ങൾ എന്ത് വർത്താനം പറഞ്ഞത്? നിങ്ങൾ ഇന്നോട് പറഞ്ഞെന്താണ്? ഇക്ക് ഈ ഓഫറാണ്, ഇക്ക് കായ് വേണ്ട, ഫ്രീ ആണ് എന്നല്ലേ പറഞ്ഞത്. എന്ത് ഫ്രീ ആയത്? നിങ്ങൾക്ക് എന്ത് വകയിലാണ് ഫ്രീ കൊടുക്കുന്നത്? ഓനോട് ചോദിക്കും, ഓനല്ലേ പറഞ്ഞത്. അത് പറഞ്ഞു കൊടുക്കണോ? ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അതെ, എന്റെ നിലപാട് മാറൂട്ടാ. ഞാൻ പറഞ്ഞപ്പോ മാഞ്ഞായിട്ടാണ്. ഇവിടെ ആരും ഫ്രീ കൊടുക്കുന്നില്ല. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് മാത്രമായിട്ട് ഫ്രീ കൊടുക്കും? നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റേ ഫോൺ കണക്ഷൻ തരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്ര GB ഉപയോഗിക്കുന്നുണ്ടായിരുന്നു നെറ്റ് കണക്ഷനിൽ. അതിൽ കൂടുതൽ GB നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഏത് GB നിങ്ങൾ പറഞ്ഞത്? എനിക്ക് മനസ്സിലായി. എന്റെ അവിടെ ആകെ 4-5 GB ഉള്ളൂ. 3 കോഴിയും 1 പൂച്ച. നിങ്ങൾ ഏത് GB പറഞ്ഞത്? അതല്ല, ഞാൻ പറഞ്ഞുതരാം. ഈ ഫയല് കണ്ടോ? ഈ ഫയലിന്റെ അകത്ത് നമുക്ക് എത്ര പേപ്പർ വെക്കാൻ പറ്റും? ഈ പേപ്പർ വെക്കുന്നതിന് അത്ര താങ്ങുള്ളൂ ഈ ഫയല്. കായെടുക്കേണ്ട കാര്യത്തിന് ആവശ്യമില്ലാത്ത അല്ല, ഒരു കാര്യം മനസ്സിലാക്കി തരാം. അപ്പൊ നമുക്ക് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക. ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക. ആ ഗ്ലാസ്സിൽ കൊള്ളുന്ന വെള്ളത്തിന് ഒരു കണക്കുണ്ടാവുമല്ലോ. അതെ. അതിൽ കൂടുതൽ ഒരു ഗ്ലാസും കൂടി ആ ഗ്ലാസ്സിനകത്ത് ഒഴിക്കാൻ പറ്റും. എങ്ങനെ പറ്റും?
ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒറ്റയ്ക്ക് താഴ്ത്തിട്ട് വയ്യ. ഇത് ജാതി ആൾക്കാരുടെ അടുത്ത് സംസാരിക്കണമെങ്കിലേ ഇതിനകത്ത് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഈ ബില്ലടച്ചാൽ മാത്രം മതി. ബില്ലടക്കാൻ പറ്റില്ല. അല്ല, ബില്ലടക്കാൻ പറ്റില്ല. വേറെ സംഭവം നെറ്റ് എടുത്തിട്ട് അന്ന് പോലെ ഫേസ്ബുക്കിൽ ഉപയോഗിച്ചേക്കരുത്. ഞങ്ങള് ഫ്രീ ആയിട്ടാന്ന് പറഞ്ഞിട്ടാണ് ചിരിച്ചു കളിയാക്കൊന്നും ഇല്ല. അത്ര ബോധമില്ലാത്ത ആളല്ല ഞാൻ. എന്റെ കുട്ടിയോള് ഞാൻ പറഞ്ഞത് ഫ്രീ ആണ് മക്കളെ, നിങ്ങൾക്ക് ആവശ്യമുള്ള അനുസരിച്ച് ഇതാക്കുക. അതിനാണ് 32,000 രൂപ വാപ്പ കൊണ്ടുപോയി അടച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിളിച്ചോളെ എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾ വിളിച്ചായി. ഒരു കാര്യം ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഉണ്ടെന്ന് അടച്ചോളെ. നിങ്ങൾ അടച്ചോളെ പറഞ്ഞപ്പോ ഈ പൈസ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ കൊണ്ടുവരാനല്ല. നിങ്ങൾ ഇപ്പോഴല്ലേ പറയണ്ടേ, നിങ്ങൾ മുമ്പ് പറയണ്ടേ. ഈ പറഞ്ഞ പൈസ ഞങ്ങളുടെ കുടുംബത്തിൽ കൊണ്ടുവരാം. ഇതുണ്ടല്ലോ സംഭവം എന്തറിയോ, കുറെ ഡൗൺലോഡ് ചെയ്ത് കണ്ടൊക്കെയാണ്. ഇതിന് മാത്രം ഡൗൺലോഡ് ചെയ്ത് കാണാൻ എന്റെ ഭാഷ നിക്കറിയില്ല. നിങ്ങൾ ഡൗൺലോഡ് എന്ത് ഹലാക്കായാലും ഞാൻ നിക്കറിയില്ല. ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. ഉപയോഗിക്കും. ഫ്രീ ആന്ന് പറഞ്ഞോണ്ട് ഉപയോഗിക്കും. ഫ്രീ കൊടുക്കാൻ സ്കീമില്ലെന്ന് പറഞ്ഞില്ലേ? അതെ, നിങ്ങളെ ഓഫീസിലെ മൊത്തം ആൾക്കാർ ശരിയല്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇവിടുന്ന് പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. എന്റെ കുട്ടികൾ മാന്യമായിട്ടുള്ള ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ. എന്റെ കുട്ടികൾ, എന്റെ ആൺകുട്ടികൾ 10-15 വയസ്സായ ആൾക്കാരാണ്, കുട്ടികൾ മക്കളാണ്. അവര് പഠിക്കാതെ ഞാൻ പറയട്ടെ, ഇവിടുന്ന് പല ഓഫീസിൽ നിന്ന് പല സമയത്തും പെൺകുട്ടികൾ വിളിച്ചിട്ട് പറയണ്ട്, നിങ്ങൾക്ക് വേണി പാട്ട് തരാം, നിങ്ങൾക്ക് അത് തരാം, നിങ്ങൾ 10-30 ഉറുപ്പ്യ മാസം അടച്ചാൽ മതി. എന്താ കുഴപ്പമെന്നോ? മാന്യമായിട്ട് ജീവിക്കണ ആൺകുട്ടികളെ വിളിച്ചിട്ട് നിങ്ങൾ കായ് അടത്തോളം ഞങ്ങൾ പാട്ട് തരാം, അത് തരാം, ഇത് തരാന്ന് പറയല് മാന്യത വേണ്ടത്. ആവശ്യമില്ലാത്തവരെടുക്കണ്ട. പിന്നെ ഏതെങ്കിലും മയ്യത്തെടുക്കാൻ നേരത്താവും, എവിടെ നിൽക്കണ നേരത്താവും അവിടെ നിന്ന് വിളിച്ചിട്ട് ഒരു പാട്ട് അതിന്റെ ഇടയിൽ കൂടെ. അതൊക്കെ ഞങ്ങൾ ശരിയായിക്കോളാം. കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ഞങ്ങൾ ശരിയാക്കാം. നിങ്ങൾ അതിന് മുമ്പായിട്ട് ഈ ബില്ല് അടച്ചാൽ മതി. ഏത്? ആ ബില്ല് അടക്കാൻ പറ്റൂല. ഈ ബില്ലിക്ക് ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചാണ്. ഇത് അടക്കാൻ പറ്റൂല. അടക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ കേസ് കൊടുക്കും. കേസ് കൊടുക്കണോ? പിന്നെ കേസ് നിങ്ങൾ കേസും കൂട്ടം പറഞ്ഞിട്ട് ഇന്നെ കൊണ്ട് ഞാൻ തരിപ്പിച്ചാല് അന്ന് ഞാൻ പറഞ്ഞാണ് ഞാൻ അത് അടക്കണില്ലാന്ന്. 10,000-2,000 ഉറുപ്പിന്റെ ഫോണും വേണ്ട, ഒരു ഇതും വേണ്ട, പണ്ടാറും വേണ്ട പറഞ്ഞിട്ട് ഇവിടെ തന്നാണ്. അതൊന്നും നിങ്ങൾ സമ്മതിക്കാണ്ട് നിങ്ങൾ കേസ് സമ്മതിക്കില്ല. എന്ത് 10 പൈസ തരില്ല. 10 പൈസ പിന്നെ നിങ്ങൾ വാങ്ങും. നിങ്ങൾ ഇങ്ങനെ കാരണം എവിടെ എവിടെ തരില്ല. ഒരു 10 പൈസ തരില്ല. ഞങ്ങള് എന്റെ കുട്ടികളെ കൂടി തല്ലാൻ വിളിക്കുന്നത് അറിയില്ലൊക്കെ 9 എണ്ണാണ്. അതായത് ഇനി നമ്മൾ വെറുതെ ബഹളം വെച്ച് സംസാരിച്ചിടുന്ന ഒരു കാര്യമല്ല. കായ് അടക്കൂല്ല. അതന്നെ. എന്താണ് അടയ്ക്കുന്നതാണ് നല്ലത്. അത് അനക്കല്ലേ, ഇക്കടക്കാതിരിക്കണാണ് നല്ലത്. ഈ പറയും. അതെ, ഏതായാലും 10-25,000 രൂപയുടെ ബില്ല് വന്നില്ലേ? നിങ്ങൾ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് ആ ബില്ല് അടക്കി. ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. ബാക്കി കാര്യങ്ങൾ എന്താ ഏറ്റായി? ബാക്കി കാര്യം ഏക്കുന്നത് എങ്ങനെയെന്ന് വെച്ചിരുന്നാല്, അടച്ചു കഴിഞ്ഞിരുന്നാല് ഞങ്ങളൊരു ലൈഫ് ടൈം ഓഫർ അങ്ങോട്ട് ഫ്രീ ആയിട്ട് തരും.